തുടക്കം പാളിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിജയം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു യു ഡി എഫ് യോഗമാണ് നടന്നത്. യോഗത്തിൽ അവർ 2 ഘടകകക്ഷികളെ 3 ഘടകകക്ഷികളെ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ അകത്ത് ഘടകകക്ഷിയല്ല, അസോസിയേറ്റ് ഘടകകക്ഷി പ്രഖ്യാപിക്കുന്നു. അതിന് ഒരാൾ അവർ അസോസിയേറ്റ് ഘടകകക്ഷി ആകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നു. ഒരു കണക്കിന് അദ്ദേഹം ഘടകകക്ഷിയാകാതിരുന്നതാണ് കോൺഗ്രസ് നല്ലത്. കാരണം ഞാൻ അടിമുടി RSSകാരനാണെന്നും ഞാനൊരു സ്വയം സേവകനാണെന്നും പറയുന്ന ആൾ വന്നിട്ട് കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് ഘടകകക്ഷിയായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അതുപോലെ ഇവർ ആലോചിക്കുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഈ 2010-ലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്താ വലിയ വിജയം പ്രതീക്ഷിച്ചിട്ട് അനാവശ്യ പണികളൊക്കെ എടുക്കും. ആ അനാവശ്യ പണികളായിരിക്കും പിന്നെ അവസാനം കൊണ്ടുപോയി കല ഉടയ്ക്കുക. മനസ്സിലായില്ല? ആ അനാവശ്യ പണികളാണല്ലോ ഒന്നാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്ത് കൊടുത്ത് കാത്തിരുന്ന PV അൻവറിനെ മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. നോർമലി പറഞ്ഞാൽ ഈ പറഞ്ഞ CK ജാനുവിനെ പോലും എടുക്കേണ്ട കാര്യമില്ല. CK ജാനുവിനെ എടുത്തു കഴിഞ്ഞാൽ സീറ്റ് കൊടുക്കേണ്ടി വരും. സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവസാന ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് CK ജാനു എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ പ്രശ്നമാവും. ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. CK ജാനു ചോദിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ബത്തേരിയൊക്കെ ആയിരിക്കും. കാരണം അവരുടെ ബേസ് അതാണ്. അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് IC ബാലകൃഷ്ണനെ മാറ്റിയിട്ട് അല്ല സീറ്റ് അതാ പറഞ്ഞത്. ഇപ്പോൾ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കും. അവസാനം എന്നെ പിന്നെ എന്തിനാ ഘടകകക്ഷിയാക്കിയല്ല അസോസിയേറ്റ് ഘടകകക്ഷിയെന്ന് അവസാനം ചോദിക്കില്ലേ? ശരിക്കും നോർമലി ഇന്ന് ചെയ്യേണ്ടത് പറഞ്ഞാൽ PV അൻവറിനെ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂടെ 2 പേരും കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ 2 പേരെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ അമിതാവിയ ആത്മവിശ്വാസം കൊണ്ടേ കളയാതിരുന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു നല്ല ഫൈറ്റ് കാഴ്ചവെക്കാം എന്നുള്ളതാണ്.